ഹായ് ഓൾ ഓഫ് യു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇപ്പം പുതിയ വർഷത്തിൽ എല്ലാവർക്കും ഇതാണ് ഒരു നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റും അതുപോലെ തന്നെ ട്രേഡിംഗിൽ നിന്ന് ഒരു കൺസിസ്റ്റന്റ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മള് ആ, നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഒരു ട്രേഡ് സെറ്റപ്പ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ ലെവൽസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ലെവൽസിനെ ബേസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു 25,980 മുകളിലായിട്ട് ഒരു ചെറിയ അപ്സൈഡ് മൂവ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കുറച്ചുകൂടെ നല്ല ഏറ്റവും ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് 26,050 മുകളിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നല്ലൊരു ട്രെൻഡിങ് ആണുള്ള പോസിബിലിറ്റി കൂടുതലാണെന്നുള്ള കാര്യം ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഇന്നത്തെ എന്റെ ഒരു ട്രേഡ് ഞാൻ ഈ ഒരു ലെവലിൽ നിന്ന്, അതായത് ഇന്ന് നിഫ്റ്റി ജസ്റ്റ് ഒന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് നേരെ ഈ ഒരു ഡേ ലോ വന്ന സമയത്ത് ഇവിടുന്ന് ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് ട്രേഡ് ഇവിടെ ഞാൻ ക്ലോസ് ചെയ്തു. സെക്കൻഡ് ട്രേഡ് ഈ ലെവൽ ബ്രേക്ക് ചെയ്തപ്പം വീണ്ടും ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രേഡിന്റെ ഓൾറെഡി ഞാൻ ലൈവ് റെക്കോർഡിംഗ് ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം നാളത്തേക്കുള്ള ലെവൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എ ബി പോർലോ എന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നത്തെ ഒരു ഡേ ലോ എന്ന് പറയുന്നത് അവിടെ ഒരു ഓപ്ഷൻ ഫെയിൽ ആയ ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാവുന്നതാണ്. നിങ്ങൾ ഈ ലെവൽ മാർക്ക് ചെയ്യാം. ഇതൊരു ഫ്യൂച്ചറിന്റെ ലെവലാണ്. സ്പോട്ട് പ്രൈസിൽ ഇന്നത്തെ ലെവൽ, ഇന്നത്തെ ഡേയിലോ, അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്രൈസിൽ ഫ്യൂച്ചർ പ്രൈസിൽ 26,130 ലെവൽ. അപ്പൊ ആ ലെവലിലേക്ക് അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ച് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് താഴേക്ക് ഒരു ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ടാർഗറ്റ് വെക്കാനുള്ള ഒരു ഏരിയ ആണ്. അതായത് എ ബി പോറില വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്ഷൻ ഫെയിൽ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ആ ലെവലിലേക്ക് റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് ഈ നമ്മൾ ആസ് പെർ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഒരു തിയറി അനുസരിച്ച്. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ ഇന്നത്തെ ഹൈ എന്ന് പറയുന്നത് സ്മാർട്ട് മണി നേരത്തെ സെല്ല് ചെയ്ത ഷോർട്ട് ചെയ്ത ഒരു പ്ലേസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ലെവല്, അതായത് 26,390 ലെവല് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇത് ഫ്യൂച്ചർ ചാർട്ടാണ്. അപ്പം ആ ഒരു ലെവൽ എന്ന് പറയുന്നത് സിംഗിൾ പ്രിന്റ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതായത് സ്മാർട്ട് മണി താഴേക്കുള്ള ഒരു ഷോർട്ട് ചെയ്ത ഒരു ലെവൽ കൂടിയാണ്. അപ്പൊ ഈ ലെവലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ ലെവൽ. അപ്പൊ അടുത്ത നാളത്തെ ഒരു ഓപ്പണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്മാർട്ട് മണിയുടെ പ്രസൻസ് ഉള്ള ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ മാത്രമേ ഞാൻ അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് നോക്കുകയുള്ളൂ. അപ്പം നാളെ ഒരു ജസ്റ്റ് ഒരു 1 അവർ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പം അപ്സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂല്യം ഒക്കെ ഒരു മൊമെന്റം കാണിക്കുവാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉള്ളൂ. കാരണം ഈ ലെവൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ സ്പോട്ട് പ്രൈസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കറക്റ്റ് ആയിട്ട്. അതായത് സ്പോട്ട് പ്രൈസിൽ നമ്മൾ നോക്കുമ്പോൾ നാളത്തേക്ക് ഒരു ട്രേഡ് സെറ്റപ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ, അതായത് 26,080 മുകളിൽ മാർക്കറ്റ് ബുള്ളിഷ് ആണ്. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. 26,080 ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതൊരു 26,080 മുകളിൽ മാർക്കറ്റ് ബുള്ളിഷ് ആണ്. ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷ് ആണ്. ഓക്കെ. അപ്പം ഈ ഒരു ലെവലിൽ റീടെസ്റ്റ് എടുത്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആകുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് ഈ ഒരു ഇന്നത്തെ ഹൈ നമുക്ക് ടാർഗറ്റ് വെക്കാം. അതായത് 26,180 ലെവൽ നമുക്ക് ടാർഗറ്റ് വെക്കാം. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു 180 ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 26,245 240 ഏരിയ നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇപ്പൊ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലെ സിംഗിൾ പ്രിന്റ് പറഞ്ഞ അതേ പ്ലേസ് ആണ്. ഈ ഒരു സിംഗിൾ പ്രിന്റ് പറഞ്ഞ പ്ലേസ് ആണ്. അത് ഫ്യൂച്ചർ ചാർട്ടാണ്. അപ്പം ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇവിടുന്ന് നല്ല രീതിയിൽ വോളിയം കണ്ടെങ്കിൽ മാത്രമേ ഒരു ട്രേഡ് അപ്സൈഡിലേക്ക് നോക്കാൻ പാടുള്ളൂ. അപ്പം ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. 26,240 മുതൽ 26,320 ഏരിയ എന്റെ ഒരു നോട്ട് ട്രേഡിംഗ് സോൺ ആണ്. അപ്പൊ ഈ ഒരു ലെവൽ, ഈ ഒരു ഏരിയയിൽ ഞാൻ ട്രേഡ് എടുക്കില്ല. അപ്പൊ ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തെങ്കിൽ ഈ ഒരു ലെവലിൽ എക്സിറ്റ് ചെയ്ത് മാറുക. അപ്പൊ മാർക്കറ്റ് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് താഴേക്ക് വന്ന് എഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രം അടുത്ത ദിവസങ്ങളിൽ നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ് 320 മുകളിൽ. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ നാളെ ഡൗൺ സൈഡിലേക്കുള്ള എന്റെ വ്യൂ 26,080 താഴെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകാനുള്ള ചെറിയൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം സേഫ് ആയിട്ട് ഞാനൊരു ട്രേഡ് നോക്കുന്നത് ഇതിന്റെ താഴെ, ഈ ഒരു ലെവലിന്റെ താഴെയാണ്. അതായത്
26,000 26,040 താഴെയായിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു ട്രേഡ് എടുക്കുന്നതാണ്. അതായത് ഈ ഒരു ഡേ ലോ വരെ ടാർഗറ്റ് വെക്കാം. അതായത് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടില്, ഫ്യൂച്ചർ ചാർട്ടില് AB4 ലോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഒരു AB4 ലോ അവിടെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഒരു ലെവൽ നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. അതായത് മാർക്കറ്റ് ഈ ലെവല് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ടാർഗറ്റ് വെക്കാം. ഏകദേശം ഒരു 40-60 പോയിന്റ് ഉണ്ട്. നമുക്ക് ടാർഗറ്റ് ഈ ലെവൽ നോക്കാം. അപ്പം ഈ ലെവൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് AB4 ലോ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് സഡൻ ആയിട്ട് റിവേഴ്സ് ആയി മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇവിടുന്ന് റിവേഴ്സ് ആയി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ, ഇവിടെ റിവേഴ്സൽ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ അഗൈൻ നമുക്ക് ഒരു അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ സേഫ് ഇതിന്റെ മുകളിലാണ്. 26,050 മുകളിൽ അഗൈൻ നമുക്ക് ഒരു അപ്സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ അധികം ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യാറില്ല. ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് ഒരു മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു ലെവലിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, മൾട്ടിപ്പിൾ ടൈം ബാങ്ക് നിഫ്റ്റി ഒരു റേഞ്ച് ആണ്. ആ ഒരു ലെവലിൽ മാർക്കറ്റ് റിജക്ഷൻ വന്ന ഒരു ഏരിയ ആണ്. അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഹൈയുടെ മുകളിലായിട്ട് 59,782 780 മുതൽ 59,800 വരെയുള്ള ലെവല്, 59,900 ആ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പൊ അതിന്റെ മുകളിലോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്കൊരു ട്രേഡ് നോക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 60,000 ഒരു 150 പോയിന്റോളം അപ്സൈഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ഓൾ ടൈം ഹൈ ലെവലാണ്. ഓക്കെ. അപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നോക്കുമ്പോഴും മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ലെവൽ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് മണി താഴേക്ക് ഷോർട്ട് ചെയ്തൊരു ലെവലാണ്. അപ്പം എന്റെ ഒരു പേഴ്സണൽ ട്രേഡിംഗ് നാളത്തെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഓപ്പണിംഗ് നോക്കിയിട്ട് മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുകയുള്ളൂ. കാരണം നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നിഫ്റ്റിയിൽ ഒരു റീറ്റെയിലേഴ്സിന്റെ ഓപ്പണിംഗ് ആണോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് മണിയുടെ പ്രസൻസ് ആണോ നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ലൈവ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. സൂമിലൂടെയുള്ള ലൈവ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിനെ ബേസ് ചെയ്ത് അതുപോലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ട്രേഡിംഗിലേക്ക് ജോയിൻ ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല ലെവൽസും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.